അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി ബർക്കാത്തു. എല്ലാരും കൊണ്ട് കേറി കുത്തിരിക്കേ. എന്താ ഇപ്പൊ എല്ലാരും കൂടി? ഞങ്ങള് പെരുന്നാൾ കിറ്റ് വിതരണുണ്ടായിരുന്നു, ടോക്കൺ തരാൻ വന്ന. ടോക്കണൊക്കെ കൊടുക്കണത് നല്ല കാര്യം. അത് അർഹതപ്പെട്ടവരെ കയ്യിലെത്തുമ്പോഴേ ആ ടോക്കന് വരണ്ടാവും. ഞാനിതിന് അർഹനല്ല. അല്ല ആചാര്യ, ഞങ്ങൾ എല്ലാ വീട്ടിലും കയറി കൊടുക്കണ്ടേ, അതേമാതിരി നിങ്ങൾക്ക് പോയി ടോക്കൺ തരാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. സംഗതി ശരിയാണ് സുന്ന, ഇത് കറക്റ്റല്ല. ഞാനതിന് അർഹനല്ല. ഇന്റെ ഈ പെരേന്റെ ഉള്ളില് കുട്ടികളും മക്കളും മരുക്കളും പേരക്കുട്ടികളും കൂടി ഞങ്ങൾ 8 ആള്. ഈ 8 ആളും മൊബൈൽ ഉപയോഗിക്കണം. ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണം 350. 8 മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴേക്കും 2800 രൂപ. പിന്നെ മോട്ടോർ സൈക്കിളും ഉണ്ട്, കാറും ഉണ്ട്, വണ്ടിയൊക്കെ ഉണ്ട്. അതിൽ എണ്ണ ഇടിക്കാനുള്ള പൈസ ഇത്രയൊക്കെ ചെലവാക്കണം ഞങ്ങൾക്ക്. പിന്നെ ഇത് വാങ്ങാൻ എന്ത് യോഗ്യതയുള്ളത്? അജയനെ, ഞങ്ങൾ രാവിലെ തൊട്ട് ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങി, പക്ഷെ ഇങ്ങനെ വേണ്ടെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലത്താർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി. നിങ്ങളെ വാക്ക് കേട്ടപ്പോ ഞങ്ങൾ ആ കൺഫ്യൂഷൻ ആയിപ്പോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നോമ്പ് എന്ന് പറഞ്ഞാല് അത് ആത്മശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്. അതൊരാരാധനയാണ്. ഇപ്പം നാട്ടിൽ നടക്കണം എന്തൊക്കെയാണ്. നോമ്പെടുത്തു കഴിഞ്ഞ് വെറും വയറ്റിലേക്ക് എന്തെല്ലാം മനുഷ്യൻ അടിച്ചു കയറും. പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ആർമാദിക്കാണ് കുട്ടികൾ. ആണ് പെണ്ണ് ഭേദമില്ലാക്കായിട്ട് ഇതെന്തെല്ലാം രോഗങ്ങളാണ് നാട്ടിൽ പിടിച്ചു വരുത്തുന്നത്. കിഡ്നി രോഗങ്ങളും ക്യാൻസറും ഒക്കെ പടർന്ന് പിടിച്ച് അവസാനം ചികിത്സിച്ച് മിസ്കീനായി പോണ മനുഷ്യന്മാർ നാട്ടിൽ പെരുകയാണ്. അങ്ങനെയുള്ള ആളെ കണ്ടെത്തിയിട്ട് ഇപ്പം പൈസക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നൊന്നും നോക്കാതെ നിങ്ങൾ സഹായിക്കും. അതിനെന്താ വേണ്ടിയിട്ടാ ഞാനും നിങ്ങളെ കുട്ടി. ശരി ആചാര്യ, ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഞങ്ങൾ എന്നാ പോവുക. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി ബർക്കാത്തു. എന്നാ ശരി.